ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കയ്പ്പയ്ക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ കുട്ടികളൊന്നും കയ്പ്പയ്ക്ക അങ്ങനെ കഴിക്കാറേ ഇല്ല, ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കയ്പ്പയ്ക്ക കഴിക്കാത്തവരൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളൊരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് ഇടുന്നത്. അതുകൂടി നന്നായിട്ട് പൊട്ടി വരട്ടെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരു 4 പച്ചമുളക് നടുകെ കീറിയതാണ്. പിന്നെ ഒരു 2 സവാള, വലിയ സവാള 2 എണ്ണം, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അതിലേക്ക് 3 തക്കാളിയാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ 3 തക്കാളി. ഈ തക്കാളി കാരണം കൊണ്ടാണ് കയ്പ്പയ്ക്കയുടെ കയ്പ്പ് ഇതിൽ കുറഞ്ഞു കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 3 തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് കയ്പ്പയ്ക്കാണ് കേട്ടോ. അതായത് 3 വലിയ കയ്പ്പയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞങ്ങളുടെ വീട്ടിലൊക്കെ കയ്പ്പയ്ക്ക അതൊന്നും കഴിച്ചിരുന്നില്ല ഞങ്ങളൊന്നും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തന്നതിന് ശേഷം ഞങ്ങൾക്ക് കയ്പ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിക്കുന്നത്. അപ്പോൾ സാധാരണ കുട്ടികളൊന്നും കയ്പ്പയ്ക്ക അധികം കഴിക്കാത്തതാണ്. ഇങ്ങനെ വെച്ച് നോക്കൂ, ഉറപ്പായിട്ടും കഴിക്കും. കാരണം ആ തക്കാളിൻ്റെ പുളി കൊണ്ട് ഇതിലെ കയ്പ്പൊക്കെ അങ്ങനെ കുറഞ്ഞു പോകും. പിന്നെ നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേവാനായിട്ടൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. നമുക്ക് ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം വേവട്ടെ. അതായത് വേവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫുൾ കുക്കിംഗ് ഇങ്ങനെയാണ്. അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അതായത് കയ്പ്പയ്ക്ക നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നത് വരെ നമ്മൾ വേവിക്കണം കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.